ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങാനായല്ലേ? 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കഴിഞ്ഞ കൊല്ലത്തെ ഇംഗ്ലീഷ് ഓണം എക്സാമിൻ്റെ, അതായത് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ 2024-25 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരിക്കില്ലേ, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. എങ്ങനെയാണ് ഓരോ ആക്ടിവിറ്റിയിലെയും ഓരോ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതേണ്ടത് എന്നുമെല്ലാം നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ 6 ആക്ടിവിറ്റീസാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവുക. ആദ്യം തന്നെ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പേര് എഴുതണം. പിന്നെ നെയിം ഓഫ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം. അതേപോലെ നിങ്ങൾ ഏത് ഡിവിഷനിലാണെന്നുണ്ടെങ്കിൽ അത് എഴുതണം. നിങ്ങളുടെ ടീച്ചറിൻ്റെ സൈൻ അത് ടീച്ചർ ഇടും. പിന്നെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സൈൻ, അങ്ങനെയുള്ള കുറച്ച് ഫോർമാറ്റാണ് അവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത് എന്നും അതിൻ്റെ ഗ്രേഡാണ് അപ്പുറത്തെ സൈഡിൽ എഴുതുന്നത്. പിന്നെ ഓവറോൾ ഏത് ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ടീച്ചർ എഴുതി തരും. അതൊക്കെ ടീച്ചർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസായി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുടെ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ഡ്രോ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സഷാസ് ഫാദർ ഈസ് ബിസി ഇൻ ദ കിച്ചൺ, കംപ്ലീറ്റ് ദ പിക്ചർ ആഫ്റ്റർ ലിസണിങ് ടു യുവർ ടീച്ചർ. അപ്പോൾ എന്താണ്, സഷയുടെ അച്ഛൻ കിച്ചണിൽ നന്നായിട്ട് ജോലി ചെയ്യുകയാണല്ലേ, ബിസിയാണ് കിച്ചണിൽ. അപ്പോൾ അവിടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഒരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, പിക്ചർ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിനനുസരിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് നിങ്ങൾ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പിക്ചർ കണ്ടിട്ട് ടീച്ചർ ചോദിക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ടീച്ചർ ചോദിക്കും നിങ്ങളോട്, വിച്ച് പ്ലേസ് ഈസ് ദിസ്, ഹൗ ഡു യു നോ ദാറ്റ് എന്ന് ചോദിക്കും. ഇത് ഏത് പ്ലേസ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത് അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ കൂട്ടുകാർ പറയണം, ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് എ കിച്ചൺ. അപ്പോൾ ഇതൊരു കിച്ചൻ്റെ, അടുക്കളയുടെ പിക്ചറാണ് എന്ന് പറയണം കേട്ടോ. വാട്ട് തിങ്സ് വിൽ ബി ഇൻ എ കിച്ചൺ, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു കിച്ചണിൽ ഉണ്ടായിരിക്കുക. ആർ ഓൾ ദ തിങ്സ് ദർ, വാട്ട് ആർ മിസ്സിങ്, എല്ലാ സാധനങ്ങളും ഉണ്ടോ ഈ ഒരു കിച്ചണിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കിച്ചണിലുണ്ടോ എന്ന് ചോദിക്കും. അവിടെ എന്തൊക്കെയാണ് മിസ്സിങ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ക്യാൻ വി ആഡ് ദീസ് തിങ്സ്, ഓക്കെ ലെറ്റ്സ് ഡ്രോ എന്ന് പറയുമല്ലോ ടീച്ചർ. എന്താണ്, നമ്മൾ അവിടെ മിസ്സിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വരച്ച് ചേർക്കാം എന്ന് പറയും. അപ്പോൾ ഈ ഒരു പിക്ചറിലുള്ള കിച്ചൺ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ടീച്ചർ കുറേ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരും, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് തരുന്നത് എന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡ്രോ എ പോട്ട് ഓൺ ദ സ്റ്റൗ. അവിടെ ഒരു സ്റ്റൗ ഇരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതുമ്മേ നമ്മളൊരു പോട്ട് വരച്ച് ചേർക്കണം. അതുപോലെ ദർ ഈസ് എ ഡിഷ് നിയർ ദ സ്റ്റൗ. ആ സ്റ്റൗവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഡിഷ് കാണാനുണ്ടല്ലേ, അപ്പോൾ അവിടെ എന്താണ് വരയ്ക്കേണ്ടത്, ഡ്രോ 3 eggs ഇൻ ദ ഡിഷ്. ആ ഡിഷിൽ നിങ്ങളൊരു 3 eggs വരച്ചു കൊടുക്കണം, അതായത് 3 കോഴിമുട്ടകൾ വരച്ചു കൊടുക്കണം. ഓക്കെ, ദെൻ can be fry pans in the kitchen, is it there, okay draw a fry pan hanging on the hook, draw a bucket near the door, there is an empty basket. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളുടെ കിച്ചണിലൊക്കെ നിങ്ങൾ ഫ്രൈ പാൻസ് കണ്ടിട്ടുണ്ടോ? അതെ, നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടാനൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലേ ഫ്രൈ പാൻസ് എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ഫ്രൈ പാൻസ് ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഹൂക്കിൻ്റെ മേലെ, അവിടെ മേലെ ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹൂക്കിൻ്റെ മേലെ നിങ്ങളോട് കുറച്ച് ഫ്രൈ പാൻസ് ഒക്കെ ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ വരയ്ക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റൂളിൻ്റെ മേലെ ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ട് അല്ലേ, ആ ഡോറിൻ്റെ അടുത്തായിട്ട്. അതൊരു എംപ്റ്റി ആയിട്ടുള്ള ബാസ്ക്കറ്റാണ്, അതായത് എന്താണ്, അതിലൊന്നും ഇല്ലാത്തൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് വരച്ചു കൊടുക്കണം ആ ബാസ്ക്കറ്റിൽ? അതെ, വി ഹാവ് ടു ഫിൽ ദ ബാസ്ക്കറ്റ് വിത്ത് ദ ഫ്രൂട്ട്സ്, സം ഫ്രൂട്ട്സ് ഇൻ ദ ബാസ്ക്കറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വരച്ച് കൊടുക്കണം അല്ലേ, എന്നിട്ട് ആ ബാസ്ക്കറ്റ് ഫ്രൂട്ട്സ് കണ്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് കൂട്ടുകാരെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് വരച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിച്ചൺ എന്താണ്, കംപ്ലീറ്റ് ആവും അല്ലേ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് വരയ്ക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ തന്നു കഴിഞ്ഞാൽ കൂട്ടുകാരോട് ടീച്ചർ എന്താണോ പറയുന്ന നിർദ്ദേശങ്ങൾ അത് അനുസരിച്ച് കൂട്ടുകാരെ ഡ്രോ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് കോംപ്രഹെൻഡ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ നമുക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം.
ടോം, നിയ, മിഥു, സാലിം ആൻഡ് റാജ് വേർ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്, ടോമും നിയയും മിഥുവും സാലിമും അതുപോലെ റാജും എന്താണ്, ഫ്രണ്ട്സ് ആണ് അല്ലേ. വൺ ഡേ ദേ വെൻറ്റ് ഫോർ എ ഫീൽഡ് ട്രിപ്പ് വിത്ത് ഡയർ ടീച്ചർ. അപ്പോൾ എന്താണ്, ഒരു ദിവസം അവരുടെ ടീച്ചറോടൊപ്പം ഒരു ഫീൽഡ് ട്രിപ്പ് പോവുകയാണ്. അറ്റ് ലഞ്ച് ടൈം ടോം ഓപ്പൺ ഹിസ് ബാഗ് ആൻഡ് സൈഡ്. ലഞ്ച് ടൈം ആയപ്പോൾ ടോം അവൻ്റെ ബാഗ് തുറന്നിട്ട് എന്ത് പറയുകയാണ്, ഹോ ഐ ഫോഗോട്ട് മൈ ലഞ്ച് ബോക്സ്. എന്താണ്, ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് മറന്നുപോയി എന്ന് പറയുന്നുണ്ട് അല്ലേ. മിഥു ഹിയർഡ് ദിസ്. അപ്പോൾ എന്താണ്, മിഥു അത് കേൾക്കുന്നുണ്ട്. ഷീ റാൻ ടുവാർഡ്സ് ഹർ ഫ്രണ്ട്സ് ആൻഡ് ടോൾഡ് ദം. അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയും അവരോട് ഈ ഒരു വിവരം പറയുകയും ചെയ്യുന്നുണ്ട്. ദേ ക്വിക്ലി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അവരൊരു പ്ലാനുമായിട്ട് പെട്ടെന്ന് തന്നെ വരികയാണ്. മിഥു ഓപ്പൺ ഹെർ ലഞ്ച് ബോക്സ് ആൻഡ് ടുക്ക് ഹാഫ് ഓഫ് ഹെർ ലഞ്ച് ആൻഡ് സൈഡ്. അപ്പം മിഥു അവൻ്റെ ലഞ്ച് ബോക്സ് പകുതിയായിട്ട് തുറന്നു നോക്കിയിട്ട് അവന് പറയുന്നുണ്ട്, ഹിയർ ടോം യു ക്യാൻ ഹാവ് എ പാർട്ട് ഓഫ് മൈ ലഞ്ച്. നീ നോക്കൂ ടോം, നിനക്ക് എൻ്റെ ഒരു പാർട്ട് തരാം, എൻ്റെ ലഞ്ച് ബോക്സിൽ നിന്നൊരു പാർട്ട് നിനക്ക് തരാമെന്ന് പറയുകയാണ്. നിയ ടുക്ക് ഔട്ട് ആൻ ആപ്പിൾ ആൻഡ് ഓഫേർഡ് ദാറ്റ് ടു ടോം. അതേപോലെ തന്നെ നിയ ഒരു ആപ്പിൾ എടുത്തിട്ട് അതും ടോമിന് ഓഫർ ചെയ്യുകയാണ്. യു ക്യാൻ ഹാവ് ദിസ് ടു ഷീ സൈഡ്. അപ്പോൾ എന്താണ്, അവൾ ആ ഒരു ആപ്പിൾ എടുത്തത് അത് ഓഫർ ചെയ്യുകയാണ്. അതായത് നിനക്ക് ഇതും കഴിക്കാം എന്ന് പറയുന്നുണ്ടല്ലേ അവൾ. അതേപോലെ സാലിം ആൻഡ് രാജ് ഹയർഡ് ദെയർ കുക്കീസ് ആൻഡ് കേക്ക്സ്. അപ്പോൾ എന്താണ്, സാലിമും രാജും ഒക്കെ അവൻ്റെ കേക്ക്സും കുക്കീസും ഒക്കെ അവന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്, ടോം ഭയങ്കര ഹാപ്പി ആയി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു കാരുണ്യം കണ്ടിട്ട് അല്ലേ. താങ്ക് യു എവ്രി വൺ ഹി സൈഡ്. അപ്പോൾ എന്താണ്, എല്ലാവരോടും അവന് താങ്ക്സ് പറയുകയാണ്. They all sat together and enjoyed their lunch. After that, all of them went to Midhu's house. അപ്പോൾ എന്താണ്, അവരെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ലഞ്ചൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടെ മിഥുവിൻ്റെ വീട്ടിലോട്ടും പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ആൻസർ ദ ഫോളോവിങ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ്. ടോമും അവൻ്റെ ഫ്രണ്ട്സും എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ഫോർ എ മൂവി, ഒരു മൂവിക്കാണ് പോയത്. ബി ഫോർ എ വാക്ക്. സി ഫോർ എ ഫീൽഡ് ട്രിപ്പ്. ഡി എന്താണ്, ടു ദ സ്കൂൾ. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ആൻസർ ഓപ്ഷൻ സി ഫോർ എ ഫീൽഡ് ട്രിപ്പ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ആരാണ് ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നത്? ഓപ്ഷൻസ് എ മിഥു, ബി ടോം, സി ടീച്ചർ, ഡി ആരാണ്, സാലിം. അപ്പോൾ ആരാണ് ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നത്? ആൻസർ ഓപ്ഷൻ ബി ടോം ആണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഐഡിയ. ഐഡിയ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് മീനിങ് ആയിട്ടുള്ള ഒരു വേർഡ് നമ്മുടെ പാസേജിലുണ്ട്. അത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പ്ലാൻ എന്ന് പറയുന്ന വേർഡാണ് ഐഡിയ എന്ന് പറയുന്ന വേർഡിനോട് മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് ടോം ഹാപ്പി. എന്തുകൊണ്ടാണ് ടോം ഹാപ്പി ആയത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഹിസ് ഫ്രണ്ട്സ് ഷെയർഡ് ഫുഡ് ഫോർ ഹിം. ഹി വാസ് ഹാപ്പി ബൈ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്, അവൻ്റെ ഫ്രണ്ട്സ് അവനക്ക് ഫുഡ് ഷെയർ ചെയ്തു, അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് ഹാപ്പി ആയി എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് നല്ലൊരു ടൈറ്റിൽ കൊടുക്കാനാണ്, ഹെഡിങ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഹെഡിങ്ങാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നും അതേപോലെ ഗുഡ് ഫ്രണ്ട്സ് എന്നും ഷെയറിങ് ഈസ് കെയറിങ് എന്നൊക്കെ പറയുന്ന ഹെഡിങ് ഒക്കെ നമുക്കിതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന, ഈ കൂട്ടുകാർക്ക് സ്റ്റോറി വായിച്ചിട്ട് കൂട്ടുകാർക്ക് തോന്നുന്ന ഒരു ടൈറ്റിൽ കൂട്ടുകാർക്ക് കൊടുക്കാം കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 3. അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 4 ആക്ടിവിറ്റീസ്. അടുത്ത 4 ആക്ടിവിറ്റീസിൽ നിന്നും നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഒരെണ്ണം നിങ്ങൾക്ക് മിസ് ചെയ്യാം കേട്ടോ. അതായത് ആക്ടിവിറ്റി 3 മുതൽ ആക്ടിവിറ്റി 6 വരെ നിങ്ങൾക്ക് മൊത്തത്തിൽ 4 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 3 എഴുതിയാൽ മതി, ഒരെണ്ണം നിങ്ങൾക്ക് കളയാം. അതുപോലെയാണ് എഴുതേണ്ടത്. അടുത്തതാണ് ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ആക്ടിവിറ്റി 3 നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് മിഥുസ് ഹൗസ്. മിഥുസ് മദർ ആൻഡ് ഫാദർ വെർ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ. ദേ ഗേവ് എ വാം വെൽക്കം ടു ഓൾ ഓഫ് ദം. ഡിസ്ക്രൈബ് ദ പിക്ചർ. അപ്പോൾ എന്താണ്, ടോമും അവൻ്റെ ഫ്രണ്ട്സൊക്കെ മിഥുവിൻ്റെ വീട്ടിലേക്ക് എത്തുക. മിഥുവിൻ്റെ അമ്മയും അച്ഛനും എല്ലാം എന്താണ്, വെജിറ്റബിൾ ഗാർഡനിലാണ്. അപ്പോൾ അവരൊരു നല്ല ഒരു വെൽക്കം അവർക്ക് നൽകുകയാണ്. അപ്പം മിഥുവിൻ്റെ വീടും ഗാർഡനും അച്ഛനെയും അമ്മയെയും ഒക്കെ അവിടെ ഒരു പിക്ചറായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചർ നമ്മളോട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ ആ പിക്ചറിൽ എന്തൊക്കെയാണ് കൂട്ടുകാർ കാണുന്നത് എങ്കിൽ അത് നിങ്ങളൊന്ന് സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി കേട്ടോ.
അപ്പോൾ എന്തൊക്കെയാണ് ആ പിക്ചറിൽ തന്നിട്ടുള്ളത്? എ ഫാമിലി ഈസ് ഗാർഡനിങ് ടുഗെദർ. അപ്പോൾ ഒരു ഫാമിലി അവിടെ ഒരുമിച്ച് ഗാർഡനിങ് ചെയ്യുകയാണ്. മിഥുസ് ഫാദർ, മദർ ആൻഡ് എ ഗേൾ ആർ വർക്കിംഗ് ഇൻ ദ ഗാർഡൻ വിത്ത് എ ഡോഗ്. അപ്പോൾ എന്താണ്, മിഥുവിൻ്റെ അച്ഛനും അമ്മയും അതേപോലെ ഒരു പെൺകുട്ടിയും ഗാർഡനിൽ അവരുടെ ഡോഗുമായി വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ആർ സറൗണ്ടഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ അവർക്ക് ചുറ്റും എന്താണ്, പ്ലാന്റ്സും ഫ്ലവേഴ്സും എല്ലാം ഉണ്ട്. എ ഹൗസ് ഈസ് വിസിബിൾ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ട്രീസ് ആൻഡ് എ സണ്ണി സ്കൈ. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു വീട് കാണാനുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ട്രീസും അതുപോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനെയും നമുക്ക് കാണാനുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കേണ്ടത്. കുറച്ച് സെൻറ്റൻസുകൾ മാത്രം എഴുതിയാൽ മതി. വലുതാക്കി കുറേ സെൻറ്റൻസുകളൊന്നും കൂട്ടുകാരെ എഴുതേണ്ടതില്ല. കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പിക്ചറിൽ എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അത് മുഴുവനായിട്ടൊന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് കൂട്ടുകാരൊന്ന് എഴുതി ചേർത്താൽ മതി കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 4 കോൺവെർസേഷൻ അതായത് സംഭാഷണമാണ് നിങ്ങളുടെ ആക്ടിവിറ്റി 4 ആയിട്ട് തന്നിട്ടുള്ളത്. സഷ ആൻഡ് നവീൻ ടോൾഡ് അനുപമ ടീച്ചർ അബൌട്ട് കവിത. അപ്പോൾ കവിതയെക്കുറിച്ച് സഷയും നവീനും അനുപമ ടീച്ചറോട് പറയുകയാണ്. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് കവിതാസ് ഹൗസ് നെക്സ്റ്റ് ഡേ. അപ്പോൾ എന്താണ്, അനുപമ ടീച്ചർ കവിതയുടെ വീട് പിറ്റേ ദിവസം തന്നെ വിസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അനുപമ ടീച്ചർ വെൻ ടു കവിതാസ് ഹൗസ്. കവിതയുടെ വീട്ടിലേക്ക് അനുപമ ടീച്ചർ പോവുകയാണ്. ടീച്ചർ ടോക്ക് ടു കവിതാസ് മദർ അബൌട്ട് സെൻഡിങ് ഹെർ ടു സ്കൂൾ. അവളെ സ്കൂളിലേക്ക് അയക്കുന്നതിനെ പറ്റി ടീച്ചർ കവിതയുടെ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് കവിതയെക്കുറിച്ചും അതുപോലെ സഷയെക്കുറിച്ചും നവീനെക്കുറിച്ചും എല്ലാം അറിയില്ലേ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റായ ടെൻഡർ ടച്ച് എന്ന് പറയുന്ന യൂണിറ്റിലെ ചാപ്റ്ററാണ് ഏത്, സഷയും നവീനും അതേപോലെ കവിതയൊക്കെ ഉള്ള ചാപ്റ്റർ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആ ചാപ്റ്റർ നന്നായി അറിഞ്ഞിരിക്കണം. എല്ലാ ചാപ്റ്ററുകളും നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ആ ഒരു ചാപ്റ്റർ അറിയില്ല, അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഓരോ വാക്കുകളും നിങ്ങൾക്ക് അറിയാത്ത ന്യൂ വേർഡ്സും എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി കണ്ടു നോക്കൂ. വാട്ട് വിൽ ബി ദ കോൺവെർസേഷൻ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ടീച്ചറും കവിതയുടെ അമ്മയും സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ടീച്ചറാണ് പറയുന്നത്. ആർ യു കവിതാസ് മദർ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കവിതയുടെ അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മദർ എന്താണ് ആൻസർ പറയുക? യെസ് ഐ ആം ഹെർ മദർ എന്ന് പറയുന്നുണ്ടല്ലേ. അതെ, ഞാൻ അവളുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. ടീച്ചർ ചോദിക്കുന്നുണ്ട് ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഞാൻ അനുപമയാണ്, ഞാനൊരു അധ്യാപികയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മദർ ഹായ് ടീച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ട് കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ വൈ. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? കവിത സ്കൂളിലേക്കൊന്നും പോകുന്നില്ലേ, എന്തുകൊണ്ടാണ് അവൾ പോവാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മദർ പറയുന്നുണ്ട് വി ആർ പുവർ ആൻഡ് വി ഡോണ്ട് ഹാവ് മണി ടു ടീച്ച് ഹെർ. അപ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്, ഞങ്ങളുടെ കയ്യിൽ അവളെ പഠിപ്പിക്കാനുള്ള പണമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ട് ഡസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മദർ പറയുന്നുണ്ട് യെസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ വെരി മച്ച് എന്ന് പറയുന്നുണ്ട്. അതെ, അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ടീച്ചർ അവസാനം പറയുന്നുണ്ട് ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ കൂട്ടുകാർ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് വെറും ഒരു മോഡൽ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 5 തോട്ട്സ്. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. ഷീ ഈസ് സോ എക്സൈറ്റഡ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സഷ ആൻഡ് നവീൻ. അപ്പോൾ എന്താണ്, കവിത സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി, അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. അപ്പോൾ അവൾ സഷയെയും നവീനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വാട്ട് വിൽ ബി ഹെർ തോട്ട്സ്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അവൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അവളുടെ തോട്ട്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ആൻസർ ഐ കാൺ വെയിറ്റ് ടു സീ സഷ ആൻഡ് നവീൻ ടുഡേ. അപ്പോൾ എന്താണ്, ഇന്ന് സഷയെയും നവീനെയും കാണാൻ ഞാൻ വളരെയധികം ആകാംക്ഷയോടെയാണ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഐ ആം എക്സൈറ്റഡ് ടു ലേൺ ന്യൂ തിങ്സ് ഇൻ ക്ലാസ് ആൻഡ് ഷോ മൈ ഫ്രണ്ട്സ് മൈ ഫേവറേറ്റ് പെൻസിൽസ് കേസ്. അപ്പോൾ എന്താണ്, ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്, ഞാൻ വളരെയധികം ആകാംക്ഷയോടാണ് നിൽക്കുന്നത്. എൻ്റെ ക്ലാസ്സിലേക്ക് പോയിട്ട് എനിക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെൻസിൽ കേസ് എൻ്റെ
എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാനും ഒക്കെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഐ ഹോപ്പ് ഐ ലേൺ ഗുഡ് തിങ്സ് ആൻഡ് അച്ചീവ് മൈ ഗോൾസ്. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പുതിയ കാര്യങ്ങളെല്ലാം പഠിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സശ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മളോട് തോട്ട്സ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് സിമ്പിൾ വേർഡ്സിൽ എഴുതാം. കൂട്ടുകാർക്ക് അറിയുന്നത് പോലെ കൂട്ടുകാർക്ക് എന്തൊക്കെയായിരിക്കും തോട്ട്സ് എന്നുള്ളത് കൂട്ടുകാർ ചിന്തിച്ച് നോക്കിയിട്ട് അതുപോലെ ഒന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് നമ്മളെ ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 6 പസിൽ. അപ്പോൾ ഇതൊരു പസിലാണ്. ആ പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സോൾവ് ദ ക്രോസ് വേർഡ് പസിൽ. ഇതൊരു ക്രോസ് വേർഡ് പസിലാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഒരു പാസേജ് നിങ്ങളോട് വായിച്ചു നോക്കിയിട്ട് ഈ ഒരു ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. അനുപമ ടീച്ചർ റഷ് ടു കവിതാസ് ഹൗസ്. അപ്പോൾ എന്താണ് ഇത്? വളരെയധികം ലേറ്റായി അനുപമ ടീച്ചർ കവിതയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ദർ വാസ് നോബഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. അവളുടെ വീടിന് പുറത്ത് ആരെയും തന്നെ കാണുന്നില്ല. ഷീ ഹിയർഡ് എ സ്വീറ്റ് ലല്ലബി ഫ്രം ഇൻസൈഡ്. അപ്പോൾ എന്താണ്? അവൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള താരാട്ട് പാട്ട് ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. ഷീ പീപ്പിഡ് ഇൻ ടു ദ ഹൗസ്. അപ്പോൾ എന്താണ്? ടീച്ചർ ഹൗസിലോട്ട് തുറച്ചു നോക്കുകയാണ്. പീപ്പിഡ് എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കുക എന്നാണ് അർത്ഥം. ഷീ സോ കവിത സിംഗിങ് ഇൻ എ സ്വീറ്റ് ടെൻഡർ വോയിസ്. അപ്പോൾ എന്താണ്? സ്വീറ്റ് ആയിട്ടുള്ള മൃദുലമായിട്ടുള്ള ഒരു വോയിസിലൂടെ കവിത അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട് അല്ലേ. നൈസ് സോങ് ഷീ മർമേഡ്. അപ്പോൾ എന്താണ്? അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടാണ് എന്ന് അവൾ ഇങ്ങനെ മർമർ ചെയ്യുന്നുണ്ട്. മർമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പെറുപെറുക്കുന്നുണ്ട് അല്ലേ. കവിത സോ അനുപമ ടീച്ചർ. കവിത എന്താണ്? അനുപമ ടീച്ചറെ കാണുകയാണ്. ഷീ വാസ് സർപ്രൈസ്. അവൾ വളരെയധികം സർപ്രൈസ് ആവുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളൊരു പാസേജ്. നമുക്ക് ക്രോസ് വേർഡ് പസിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ക്രോസ് ആയിട്ട് എന്തൊക്കെയാണ്? നമുക്ക് ഹിൻസ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ക്രോസ് ആയിട്ടും ഡൗൺ ആയിട്ടും എഴുതാനുള്ള ഹിൻസ് അവിടെ തന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റത്തേത്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തേത്? ഡൗണിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സാധനം കാണുകയോ അല്ലെങ്കിൽ ഒരു സംഭവം അവൾക്ക് ഫീൽ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? അതെ, സർപ്രൈസ് എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തരാത്തത് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തേത് തന്നിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തേതിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്രാഡിൽ സോങ്. ക്രാഡിലായിട്ടുള്ള അതായത് താരാട്ടുപാട്ടിന് നമ്മൾ എന്താണ് പറയുന്നത്? ലല്ലബി എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. എക്രോസ് ആയിട്ടാണ് എഴുതി കൊടുക്കേണ്ടത്. അവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യു നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള LLLABY എന്ന് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. LULLABY എന്നാണ് ലല്ലബി എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിങ്. അടുത്തതാണ് മൂന്നാമത്തേതിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. എന്താണ്? ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്. അപ്പോൾ ലോ ആയിട്ടുള്ള സോഫ്റ്റ് വോയിസിൽ നമ്മൾ സംസാരിക്കുന്നതിന് എന്താണ് പറയുക? മർമർ എന്നാണ് പറയുന്നത് അല്ലേ. എം അവിടെ കൊടുത്തിട്ടുണ്ട്, ആറും കൊടുത്തിട്ടുണ്ട്. MUR എന്നാണ് മർമറിൻ്റെ സ്പെല്ലിങ് വരുന്നത്. അത് അവിടെ ക്രോസ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഞ്ചാമത്തേത് എന്താണ്? ടു ലുക്ക് സീക്രറ്റ്ലി. സീക്രറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നതിന് എന്താണ് പറയുക? പീപ്പ് എന്നാണ് പറയുക അല്ലേ. PEEP എന്നാണ് പീപ്പിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ നമ്മൾ അവിടെ അഞ്ചാമത്തേതിൻ്റെ അവിടെയാണ് എക്രോസ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. പി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. ബാക്കിയുള്ള ലെറ്റേഴ്സ് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ആറാമത്തേതിൽ എഴുതേണ്ടതാണ് ടു മൂവ് ക്വിക്കിലി. അപ്പോൾ സ്പീഡിലായിട്ട് മൂവ് ചെയ്യുന്നതിന് നമ്മൾ റഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ് എന്നവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. RUSH എന്നാണ് റഷ് എന്നതിന് പറയുന്നത്. അടുത്തത് നാലാമത്തേത് സോഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു വേർഡാണ് ടെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ TENDER എന്നാണ് ടെൻഡറിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ടാണ് അത് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ചാപ്റ്റേഴ്സും നന്നായി വായിച്ചു നോക്കണം. എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാ ചാപ്റ്റേഴ്സിലും എന്താണ് പറയുന്നത് എന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ചാപ്റ്റേഴ്സ് മനസ്സിലാവാത്ത കൂട്ടുകാർക്കായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 3 ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2024-25 എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ നിങ്ങളുടെ എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ.
താങ്ക്സ് ഫോർ വാച്ചിങ്.